ലോസ് ആഞ്ചലസിൽ മലയാളി സമൂഹം ഇന്നൊരു അസാധാരണമായ ആശങ്കയിലൂടെയാണ് കടന്നുപോകുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടാനുള്ള ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ കർശന നടപടികൾ വലിയ തോതിൽ പ്രതിഷേധങ്ങൾക്കും അക്രമങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നാം അന്വേഷിക്കേണ്ടത് ട്രംപ് വെളിപ്പെടുത്തുന്ന തട്ടുമാറ്റമാണ്. ഈ നീക്കങ്ങൾ മനുഷ്യാവകാശ ദംശനം തന്നെയാണ്. അതോ പ്രാജസ്വാമിക ഭരണത്തിൽ ഇതിന്റെ ഫാസിസ്റ്റ് മുഖമാണോ? അനധികൃത കുടിയേറ്റക്കാരെ അധികാരദണ്ഡം ഉപയോഗിച്ച് വേട്ടയാടുന്നത് അവർക്ക് പിന്നിൽ നിലകൊള്ളുന്ന സാമൂഹിക ആർത്ഥിക വാസ്തവങ്ങളെ നമുക്ക് മറക്കാനാവില്ല. പലരും അമേരിക്കയിലെത്തി രക്ഷോപായം തേടിയവരാണ്. സ്വന്തം നാട്ടിലെ അക്രമം, ദാരിദ്ര്യം, രാഷ്ട്രീയ അധിനിവേശം എന്നിവയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്തരത്തിലുള്ളവരെ മൃഗങ്ങൾ എന്നായി വിശേഷിപ്പിച്ച ട്രംപ് നിലപാട് ഒരു പ്രസിഡന്റിന് ഒരിക്കലും യോജിച്ചതല്ല. സത്യത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടാനുള്ള ട്രംപ് സർക്കാരിന്റെ നടപടി പ്രക്ഷോഭത്തിന് വഴിവെച്ചതോടെ ആശങ്കയിലാണ് ലോസ് ആഞ്ചലസിലെ മലയാളി സമൂഹം മുഴുവൻ. 1500-ലധികം കുടുംബങ്ങൾ നഗരപ്രദേശത്തുണ്ട്. ഒരാഴ്ചയായിട്ടും ആക്രമണത്തിന് അറുതി വരാത്തതിനാൽ പലരും വീടിന് പുറത്തുപോലും ഇറങ്ങുന്നില്ല. പ്രക്ഷോഭ മേഖലയിലെ യാത്ര ഒഴിവാക്കി മറ്റു മാർഗങ്ങൾ തേടുന്നവരുമുണ്ട്. പക്ഷെ ചെലവ് അധികമാകും എന്നതാണ് പ്രശ്നം. ഓഫീസിലേക്ക് പോകാനും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാനും ഒക്കെ ഭയമാണ് ആളുകൾക്ക്. ആക്രമണത്തെ തുടർന്ന് പ്രധാന ഹൈവേകൾ അടച്ചതും പ്രതിസന്ധി കൂട്ടി. കാലിഫോർണിയയിലെ 20 നഗരങ്ങൾക്ക് പുറമെ ഷിക്കാഗോയിലെയും ന്യൂയോർക്കിലെയും പ്രതിഷേധം വ്യാപിച്ചിട്ടുണ്ട്. സിമന്റ് കട്ട വലിച്ചെറിഞ്ഞ പ്രക്ഷോഭകരെ റബ്ബർ ബുള്ളറ്റ് കൊണ്ടാണ് പോലീസ് നേരിട്ടത്. ടെമ്പിൾ സ്ട്രീറ്റ് മുതൽ ലോസ് ആഞ്ചലസ് സ്ട്രീറ്റ് വരെയും ഇതിനോട് ചേർന്നുള്ള ഫെഡറൽ ഓഫീസുകൾക്ക് സമീപവുമാണ് പ്രക്ഷോഭം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ലോസ് ആഞ്ചലസ് നഗരത്തിൽ കൂടി കടന്നു പോകുന്ന 101, 110 ഹൈവേകളിലെ വാഹന ഗതാഗതം സമരക്കാർ തടഞ്ഞിരുന്നു. ഫെഡറൽ ഓഫീസുകൾക്ക് ദേശീയ സുരക്ഷാ സേന കാവലുമുണ്ട്. പ്രത്യേക മറീനുകളും രംഗത്തിറങ്ങി. ലോസ് ആഞ്ചലസിൽ കർഫ്യൂ ഫെഡറൽ സർക്കാരിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരെ ശക്തി ആർജിച്ച ലോസ് ആഞ്ചലസിലെ പ്രക്ഷോഭം ദേശീയ സുരക്ഷാ സേനയും മറീനുകളും ഇറങ്ങിയിട്ടും ശമനമില്ലാതെ തുടരുകയാണ്. വ്യാപക കൊള്ളയും നശീകരണവും റിപ്പോർട്ട് ചെയ്തതോടെ മേയർ കാരൻ ബാസ് നഗരഹൃദയത്തിലെ 2.5 ചതുരശ്ര കിലോമീറ്ററിൽ പ്രദേശത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 23 കടകളാണ് ഇവിടെ കൊള്ളയടിക്കപ്പെട്ടത്. സൈന്യത്തെ ഇറക്കി ട്രംപ് ജനങ്ങളുടെ സുരക്ഷ അപകടത്തിലാക്കുകയാണെന്ന് മേയർ ആരോപിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച രാത്രി പോലീസ് സമരക്കാർക്ക് നേരെ പുക ബോംബുകളും റബ്ബർ ബുള്ളറ്റുകളും പ്രയോഗിച്ചു. ചൊവ്വാഴ്ച മാത്രം 195 അറസ്റ്റുണ്ടായി. അക്രമാസക്തരായ പ്രക്ഷോഭകാരികളിൽ നിന്ന് രാജ്യത്തെ 2ാമത്തെ വലിയ നഗരമായ ലോസ് ആഞ്ചലസിനെ മോചിപ്പിക്കാനാണ് നാഷണൽ ഗാർഡിനെയും മറീനുകളെയും ഇറക്കിയതെന്ന് ട്രംപ് വ്യക്തമാക്കി. എന്നാൽ തങ്ങൾക്ക് ആ മോചനം ആവശ്യമില്ലെന്നാണ് നഗരവാസികൾ തിരിച്ചടിച്ചത്. വേണ്ടിവന്നാൽ 1807-ലെ കലാപ നിയമം പ്രയോഗിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫോർട്ട് ബ്രാഗിൽ കരസേനയുടെ 250-ാം വാർഷിക ആഘോഷത്തിൽ സംസാരിക്കവെയാണ് ട്രംപ് ഇത് വ്യക്തമാക്കിയത്. യുഎസിൽ സായുധ കലാപമോ ആഭ്യന്തര യുദ്ധമോ ഉണ്ടായാൽ സായുധ സേന ഉപയോഗിച്ച് അടിച്ചമർത്താൻ പ്രസിഡന്റിന് നൽകുന്ന അധികാര നിയമമാണിത്. രാജ്യത്ത് ജനാധിപത്യം അതിക്രമം നേരിടുകയാണെന്ന് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം പറഞ്ഞു. ട്രംപ് സൈന്യത്തെ വിന്യസിച്ചത് മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം ഫെഡറൽ കോടതിയിൽ അടിയന്തര ഹർജിയും നൽകിയിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാട് കടത്തുന്നതിന്റെ ഭാഗമായി കുടിയേറ്റക്കാരെ വിഭാഗം നടത്തിയ വ്യാപക റെയ്ഡാണ് കഴിഞ്ഞ വ്യാഴാഴ്ച പ്രതിഷേധം തുടങ്ങാൻ കാരണമായത്. പ്രക്ഷോഭം അടിച്ചമർത്താൻ നാഷണൽ ഗാർഡിലെ 4000 പേരെയും 700 മറീനുകളുമാണ് ട്രംപ് ഇറക്കിയിരിക്കുന്നത്. ഫാസിസ്റ്റ് ഭരണരീതിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് പ്രതിഷേധത്തെ അക്രമമായി മുദ്രവെച്ച സൈനിക ശക്തിയിലൂടെ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുക എന്നത്. അത് തന്നെയാണ് അമേരിക്കയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഭരണകൂടം അതിനുമേൽ കൊണ്ടുവന്നിട്ടുള്ള നിയന്ത്രണങ്ങൾ ജനാധിപത്യത്തിന്റെ മനസ്സിലാക്കാനുള്ള വെല്ലുവിളിയാണെന്ന് കണക്കാക്കേണ്ടതുണ്ട്. ട്രംപ് സർക്കാരിന്റെ കടുത്ത കുടിയേറ്റ നിയമം മനുഷ്യരാശിയെയും അമേരിക്കൻ ഭരണഘടനയും ചോദ്യം ചെയ്യുന്നതാണ്. സുരക്ഷയുടെ പേരിൽ മനുഷ്യാവകാശങ്ങൾ തല്ലിക്കൊല്ലുന്ന ഭരണരീതി വിശ്വസിക്കാൻ സാധ്യമാകില്ല. ഇത് ലോസ് ആഞ്ചലസിലെ ഒരു മാത്രം പ്രശ്നമല്ല, ഒരു മാനവിക പ്രതിസന്ധി കൂടിയാണിത്.